പോലീസ് മറ്റേ കിടപ്പുമായി ആത്മഹത്യ ചെയ്തു. ഇതെന്താ ഇങ്ങനെ? കൊള്ളാം. ഇവിടെ ഒരാൾ പോലീസിനെ പേടിച്ചു മരിച്ചു. പോലീസ് ആരെ പേടിച്ചാണോ മരിച്ചത്? മദ്യലഹരിയിലായിരുന്ന മകൻ പിതാവിനെ കൊലപ്പെടുത്തി. കഷ്ടം. സ്ത്രീധന പീഡന നവവധു ജീവനൊടുക്കി. ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. വേറെ വല്ലതും നല്ല വാർത്തയുണ്ടോ നോക്കട്ടെ. നാല് വയസ്സുള്ള പെൺകൊച്ചിന്. എനിക്കിതൊന്നും വായിക്കാൻ വയ്യ. ഒന്നുമില്ല, ചുമ്മാ ഇരുന്നപ്പോ ഒന്ന് പത്രം വായിച്ചതാ. ആകെ മൂഡോഫായി പോയി. ചേച്ചി ഇതൊന്നും വായിക്കാറില്ലേ? ഇല്ലടി, ഞാനതൊക്കെ പണ്ടേ നിർത്തി. അതൊക്കെ വായിച്ച രാത്രി ഉറക്കം വരില്ല. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? ഈ ആളുകളൊക്കെ എന്തിങ്ങനെ? ഇവരുടെയൊക്കെ പ്രശ്നം എന്താ? പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. ഇവിടുത്തെ പ്രശ്നം കാശോ കാറോ വിദ്യാഭ്യാസമോ ഒന്നല്ല. എല്ലാവരും പ്രശ്നം പാപമാണ്. ബൈബിളിൽ അത് പറയുന്നുണ്ട്. റോമർ 3:23. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തായി തീർന്നു. അപ്പൊ എല്ലാ മനുഷ്യരിലും ഈ പാപം ഉണ്ടല്ലേ? ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലം ആണല്ലോ. ഇതിനൊരു പരിഹാരമുണ്ടോ? അതെ, ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലമാണ്. ഇതിനോട് പരിഹാരമുണ്ട്. ബൈബിളിൽ ഇത് പറയുന്നുണ്ട്. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനും പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവമാനം നൽകുമെന്ന കർണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തയേശു തൻ്റെ ക്രൂശുമരണം മൂലം പാപത്തിന് പരിഹാരം വരുത്തി. ഇതിനൊരു പരിഹാരം വന്നെങ്കിൽ ഈ പത്രത്തിൽ കാണുന്നത് എന്താണ്? എത്ര മോശമായ പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നത്. മനുഷ്യരുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു. ഇനി മനുഷ്യർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മനുഷ്യർ ചെയ്യണം. മനുഷ്യരെന്താ ചെയ്യണ്ടേ? ബൈബിളിൽ യോഹന്നാൻ 1:12 പറയുന്നുണ്ട്. തൻ്റെ അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും അവൻ ദൈവമക്കളാവാനുള്ള അധികാരം കൊടുത്തു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കിപ്പോൾ വെളിച്ചം കിട്ടുന്ന അവിടുന്ന് സൂര്യനിൽ നിന്ന്. നീ ഇപ്പോൾ നിന്റെ റൂമിൽ ജനലുമായി അടച്ചിട്ടിട്ടുണ്ടോ? നിനക്ക് വെളിച്ചം കിട്ടും? ഇല്ല. അതുപോലെ നമ്മൾ നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. എന്നാലാണ് നമുക്ക് ദൈവമക്കളാവാൻ സാധിക്കുള്ളൂ. എന്താ പറഞ്ഞേ? ദൈവമക്കളോ? ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നവരൊക്കെ ഇനി ദൈവമക്കളാവാം? എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ഏത് കുടുംബാഭിക്കും ദൈവമക്കളാവാൻ സാധിക്കും. ബൈബിളിൽ അത് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:7 പറയുന്നുണ്ട്. ഞാനതിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നീ ഇപ്പോൾ വായിച്ചതുപോലെ ഏത് മഹാഭാവിയും ദൈവം ക്ഷമിക്കും. ദൈവം ക്ഷമിക്കാത്തൊരു പാപവുമില്ല. ഇത്രയും കൊടും പാപം ചെയ്തിട്ട് ശിക്ഷയൊന്നും കൊടുക്കാതെ ദൈവം ക്ഷമിക്കുമെന്നോ? എനിക്കിതിന്റെ ലോജിക്കൊന്നും മനസ്സിലായില്ല. ചേട്ടനിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് പോയി അതിന്റെ ലോജിക്കൊന്ന് മനസ്സിലാക്കട്ടെ. ശരി, എന്നാ ഞാൻ പോവാ. നീ ലോജിക്ക് ആലോചിച്ചിരുന്നോ? കർത്താവ് വന്നാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ ബാക്കി പറഞ്ഞാൽ ദൈവമക്കളും ഉണ്ടാവില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി. നിനക്കിപ്പോ ചെമ്പന്നൂർ നഗമായിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ആ റെയിൽവേ ഗേറ്റ്. ശരി, അതൊരു ബുദ്ധിമുട്ടാ. അതിനൊരു പരിഹാരം ഉണ്ടോ? ഉണ്ടല്ലോ. കർത്താവ് വന്നു ഞാൻ പോകും. അപ്പോൾ നീ എൻ്റെ വീട്ടിൽ നിന്ന് താമസിച്ചോ. അപ്പൊ പിന്നെ റെയിൽവേ ഗേറ്റിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചേച്ചി ചേട്ടൻ പറയുന്നതൊക്കെ കേട്ടില്ലേ? ചേച്ചിക്ക് ഇതിന് വിശ്വാസമുണ്ടോ? ചേച്ചി ഇവിടൊക്കെ തന്നെ കാണില്ലേ? അതേടി, ഞാനും അത് വിശ്വസിക്കുന്നു. കർത്താവിനെ എൻ്റെ സന്ദർശകരായി സ്വീകരിച്ചു. എൻ്റെ പാവത്തിന് പരിഹാരം വന്നു. പിന്നെ നീ ഞങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ എൻ്റെ റൂം എനിക്കറിയില്ലേ? അറിയാം. അവിടെ +2 ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ നീ എടുത്തോട്ടോ. അവിടെ ഇരുന്ന് പഠിക്കാൻ നല്ല രസമാണ്. അപ്പൊ നിങ്ങളൊക്കെ പോവാണല്ലേ? ഈ പറയുന്നതിലൊക്കെ എന്തോ സത്യമുണ്ട്. ഒന്ന് നിന്നെ, എനിക്കിതൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ദൈവമക്കളാവാൻ ഞാൻ എന്ത് ചെയ്യട്ടെ? ഇന്നാ ഈ ബൈബിളിൽ എല്ലാത്തിനുള്ള ഉത്തരവുണ്ട്. റോമർ 10:9 മുതൽ 10 വരെ വായിച്ചു. യേശുവിന് കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. കൊള്ളാലോ. ഇത് നല്ലൊരു പുസ്തകമാണല്ലോ. ഇതല്ലേ ചേട്ടൻ വായിച്ച വാക്യം? നിന്റെ 9ാമത്തെ വാക്യം വായിച്ചു.
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഈ കർത്താവിനോട് ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയും, എനിക്കും ദൈവമക്കളാകണം. നിങ്ങൾ ദൈവമക്കളായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാണ് അവസരം കേട്ടോ. ഇതാണ് രക്ഷയ്ക്കുള്ള ഏക വഴി, ദ വേ ഓഫ് സാൽവേഷൻ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. അപ്പോസ്തല പ്രവൃത്തി 4:12. അതാ കാലുവരി മലയിലേക്ക് നോക്കൂ. നമ്മുടെ എല്ലാവരും പാപം ചുമന്ന് ക്രൂശിൽ മരിച്ച കർത്താവ് നമുക്ക് വേണ്ടി മാത്രമല്ല സകല മനുഷ്യന്റെയും പാപത്തിന് വേണ്ടി പരിഹാരം വരുത്തി. ഈ കർത്താവിൽ വിശ്വസിച്ച് രക്ഷ നേടുക. ഇതാണ് രക്ഷയിലേക്കുള്ള ഏക മാർഗം, ദ വേ ഓഫ് സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ് ദ ലോർഡ്.